തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ദി കംപ്ലീറ്റ് ആർട്ട് കൊച്ചിയുടെ വൺ അനദർ ഫോർ ചിത്ര പ്രദർശനം ആരംഭിച്ചു. ദി കംപ്ലീറ്റ് ആർട്ട് കൊച്ചി സംഘടിപ്പിക്കുന്ന കലാപ്രദർശനം വൺ അനദർ ഫോർ ഫോർട്ട് കൊച്ചി ലോട്ടൺ എക്സിബിഷൻ ഹാളിൽ മാധ്യമപ്രവർത്തക സ്മിത ബഷീർ ഉദ്ഘാടനം ചെയ്തു. കംപ്ലീറ്റ് ആർട്ട് കൊച്ചിയുടെ ബാനറിൽ ഇവിടെ നടക്കുന്ന വൺ അനദർ ഗ്രൂപ്പ് ആർട്ട് എക്സിബിഷനിൽ ഇങ്ങനൊരു ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഒരു അഭിമാന നിമിഷമായിട്ട് കരുതുകയാണ്. ശരിയണിച്ച ശ്രീനാഥിൻ്റെ അതുപോലെ ഇവിടെ വന്നപ്പോൾ അധികം എവിടെയും കാണാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും കാണാൻ കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കല എന്നത് നമ്മുടെ ഉള്ളിലെ നിശബ്ദമായ വികാരങ്ങളെ പോലും വാക്കുകളില്ലാതെ ലോകത്തോട് സംസാരിപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ്. അപ്പോൾ ഇവിടെ ഓരോ മനസ്സിൻ്റെ താളങ്ങളാണ് ഇവിടെ വരച്ചിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സന്തോഷത്തിൻ്റെ ഉണ്ടാവും, പ്രണയത്തിൻ്റെ ഉണ്ടാവും, വിരഹത്തിൻ്റെ ഉണ്ടാവും. ശ്രീകാന്ത് നെട്ടൂർ ക്യൂറേറ്റ് ചെയ്യുന്ന എക്സിബിഷനിൽ അവിനാഷ് മാത്യു, അർച്ചന കൃഷ്ണൻ, രാധിക റാണി, ഉണ്ണികൃഷ്ണൻ ശ്രീശൈലം, ഉഷ ആർ, അമ്പിളി, സുരേഷ് കൂത്തുപറമ്പ്, രവീന്ദ്രനാഥ് ബാലകൃഷ്ണൻ, ഡോക്ടർ ജോജി പല്ലത്തന, സാജു അയ്യമ്പള്ളി, രാജു ശിവരാമൻ, ബിനുരാജ് കലാപുടം, രഘുമേനോൻ വി എൻ, ശ്യാം ജോസഫ്, ശ്യാം മോഹൻ ഷിൻഡാര, ബിജുമോൻ ബി, എം ഹുസൈൻ, ഉദയൻ വാടക്കൽ, ഫോറിൻഡോ ദീപ്തി, പത്മശീല, ഫ്രാൻസിസ് കോടങ്കണ്ടത്ത്, ഷെർലി ജോസഫ് ചാലിശ്ശേരി, ലാലി റോഷൻ, ഷിബു ആലപ്പുഴ, പ്രയാഗ് എഴുത്തകം, ജെറോസ് ജെയിംസ്, ജൂലിയ രാജേഷ്, ജേക്കബ് ജോൺ ജേക്കബ്, ജമീല എം ദേവൻ, രഘുനാഥ് വി ആർ, ജോർജ് കാലയിൽ, വിനോദ് ഭാസ്കരൻ, സുജിത് എബ്രഹാം, ബെല്ല, ജിമിൻ രാജ്, പ്രജേഷ് യു എന്നീ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. ഗാലറി സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രദർശനം ജനുവരി 27 സമാപിക്കും. കഴിഞ്ഞ നമ്മുടെ കംപ്ലീറ്റ് ആർട്ടിൻ്റെ വൺ അനദർ തേർഡ് സീരീസിൽ എൻ്റെ ഒരു പെയിൻറ്റിങ് സെയിലായിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ശ്രീകാന്തിനാണ് കൊടുക്കുന്നത്. കാരണം അവിടുന്ന് കിട്ടുന്ന പ്രചോദനം, ഒരു തിരുത്തലുകളും അതിലൂടെ മാത്രം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും എൻ്റെ ഗുരു എന്നുള്ള സ്ഥാനത്ത് സുഹൃത്താണെങ്കിലും ഞാൻ വേറെ ആരെയും പ്രതിഷ്ഠിച്ചിട്ടില്ല. അപ്പം ഇതിൽ വരുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ നിർത്താതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, സമയം കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു വാക്കെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നിരന്തരം സെർച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.